ലീഗിനെതിരെ വിമർശനം ഉണ്ടാവും, ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4,10,000 മുകളിലാണ്. അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാലോ, 18 അതിന് മുകളിലാണ്. ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട്, അലോസരപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, വയനാട്ടിൽ നമുക്കറിയാലോ, ഇന്ന് കണക്ക് വന്നിട്ടുണ്ട്. കണക്കിൽ LDF ഒരുപാട് നിയോജകമണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. ഈ ഡിവൈഡ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ നേട്ടവും പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയമാക്കി പോകുമ്പോൾ ഇടതുപക്ഷം ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത്. ചോർച്ച സംഭവിക്കുന്നത് അവരുടെ വോട്ടിനാണ്. ഈ പ്രചരണം, അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കും എന്നവർ ചിന്തിക്കുന്നില്ല. അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും, മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ, 3-ാം സ്ഥാനത്താണ്. പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും 3-ാം സ്ഥാനം, വയനാട്ടിൽ പല ബൂത്തുകളിലും 1-2 അല്ല 100 ബൂത്തുകളിലാണ് 3-ാം സ്ഥാനം. BJPക്ക് പിറകിലാണ്. അപ്പോൾ അവർ വല്ലാതെ BJPക്ക് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരണം ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പോൾ കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ UDFന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വമ്പിച്ച വിജയത്തിലൊക്കെ ലീഗിൻ്റെ പങ്ക്, ഇപ്പോൾ ലീഗ് എല്ലാ കാലത്തും സംഘടനാ ശക്തിയും അതുപോലെ തന്നെ കഴിവുമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത ആ നേതൃത്വപരമായ പങ്ക് വയനാട്ടിലാവട്ടെ പാലക്കാടാവട്ടെ പ്രകടമാണ്. അത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ രാഷ്ട്രീയമായ വിമർശനങ്ങളുമായിട്ട് പോകുന്നതല്ലാതെ ഈ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള കളി അവരെ തന്നെ ബാധിക്കുന്നു എന്നാണ് എൻ്റെ പോയിന്റ്. ഈ നേരത്തെയൊക്കെ മുസ്ലിം ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയായിരുന്നു CPM മുഖ്യമന്ത്രിക്കുള്ളത്, അതിൽ മത്സരിച്ചിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള ചിത്രീകരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം. അങ്ങനെ അവർ പറയുന്നില്ല. പറയാത്ത നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ലീഗിനെ ഒരു വർഗീയ ശക്തിയായി പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ അവർ പറഞ്ഞിട്ടുമില്ല. പറയാത്ത നമ്മൾ അവരെ പേരിൽ ആരോപിക്കേണ്ട കാര്യമില്ല. അല്ല, അതെ, SDPI ജമാഅത്തെ ഇസ്ലാമി വേറെ 2 എൻറ്റിറ്റിയാണല്ലോ. ലീഗിനെ കുറിച്ച് അവരത് പറഞ്ഞിട്ടില്ല. പിന്നെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാബരി മസ്ജിദ് കാലം ഓർത്താൽ മതി. ബാബരി മസ്ജിദ് കാലത്ത് അവരെയൊക്കെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ലീഗിനെതിരായി ഒരേ വേദിയിൽ അണിനിരത്തി LDF നടന്നിട്ടുണ്ട്. പൊന്നാനിയിൽ ഈ മുഹമ്മദ് ബഷീറിനെതിരായിട്ടുള്ള സ്റ്റേജൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇവരെല്ലാവരെയും ഒരുപോലെ സംഘടിപ്പിച്ച് ഒരേ വേദിയിൽ അണിനിരത്തി കൊണ്ട് നടന്ന് അവരോട് പരസ്യമായി നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നലെ ചർച്ചയിലൊക്കെ
നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി അവിടെ പോയി ഒക്കെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാലത്ത് അവരോടൊക്കെ പരസ്യമായി സഖ്യം ചെയ്ത പാരമ്പര്യമുള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. ലീഗിനെതിരായി അവസരം വന്നപ്പോൾ ഇവരൊക്കെ കൂട്ടി വലിയ ശ്രമം നടത്തിയതാണ്. ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരേ വേദിയിൽ രണ്ടു കൂട്ടർക്കും ഒരേ വേദിയായിരുന്നു. ഒരു ദിവസം ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയാണെങ്കിൽ പിറ്റേന്ന് ഇവരെല്ലാവരും കൂടിയുള്ള ഒന്നിച്ചുള്ള പരിപാടി വേദി പൊളിക്കാറുണ്ടായിരുന്നില്ല. അധിക ചെലവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ വേദിയിലാണ് ദീർഘകാലം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഏത് കാർഡ് കളിച്ചാലും അതൊക്കെ അവർക്ക് തന്നെയാണ് ചെയ്യുക. വർഗീയത ഒരിക്കലും ലീഗിൽ ആരോ എടുക്കാൻ പറ്റില്ല. വർഗീയ സമീപനം എടുക്കുന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സമീപനമൊക്കെ അവർ നേരത്തെ എടുത്ത കഥയാണ് കേരളം കണ്ടിട്ടുള്ളത്. ഞങ്ങളൊരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല.